നമസ്കാരം. നിലമ്പൂരിലെ വാർത്താ സമ്മേളനത്തിലുടനീളം മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച പി വി അൻവർ എം.എൽ.എ. തൃശ്ശൂരിൽ BJPയെ വിജയിപ്പിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്ന പരോക്ഷ സൂചനയും നൽകി. ADGP പൂരം കലക്കിയ വിവരം മുഖ്യമന്ത്രിക്ക് അറിയാമോ എന്ന ചോദ്യത്തിന് അത് പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കാനായിരുന്നു അൻവറിൻ്റെ മറുപടി. ഒരു വ്യക്തിക്ക് വേണ്ടി ഈ പാർട്ടിയെ ബലി കൊടുക്കരുത്. ഒരു വ്യക്തി എന്ന് പറഞ്ഞത് PA മുഹമ്മദ് റിയാസിനെയാണെന്ന് PV അൻവർ ഒന്നുകൂടി ആവർത്തിച്ചു. ആർക്കാണോ BJPക്ക് സീറ്റുണ്ടാക്കി കൊടുത്ത് അതിൻ്റെ സൗകര്യം പറ്റാൻ നോക്കുന്നത് ആ വ്യക്തി തന്നെയാകും പൂരം കലക്കാൻ ADGPക്ക് നിർദ്ദേശം നൽകിയത് എന്ന് അൻവർ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിക്ക് നേരെ പരോക്ഷ വിമർശനം തന്നെയാണ് ഇവിടെ PV അൻവർ നടത്തിയിരിക്കുന്നത്. ആ വ്യക്തി ആരാണെന്ന് തനിക്കറിയില്ല. BJPയെ കുറ്റം പറയാനാകില്ല. ഫൈൻ പ്ലേയാണ് അവർ കളിച്ചത്. അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുത്തത് ആരാണെന്ന് കണ്ടുപിടിക്കണം. കൊടിയേരി സഖാവ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ മയക്കുമായി തനിക്ക് ഇരിക്കേണ്ടി വരില്ലായിരുന്നുവെന്നും കേരളം അദ്ദേഹത്തെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്നും PV അൻവർ ചൂണ്ടിക്കാട്ടി. അഡ്ജസ്റ്റ്മെൻറ്റുകൾ പഞ്ചായത്ത് തലം വരെ എത്തിയിട്ടുണ്ട്. ഇനി ബ്രാഞ്ച് തലത്തിലേ എത്താനുള്ളൂ എന്നും താൻ കാവൽക്കാരനാണെന്നും തൻ്റെ പണി സെക്യൂരിറ്റി പണിയാണെന്നും PV അൻവർ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിൽക്കുന്നത് ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണെന്നും കെട്ടവരുടെ കയ്യിൽ നിന്ന് നല്ലവരുടെ കയ്യിലേക്ക് ഈ പാർട്ടി വന്നേക്കാം എന്നും അൻവർ മുന്നറിയിപ്പ് നൽകി. മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ തോന്നിയ അവസ്ഥ നടക്കുമോ എന്നും പബ്ലിക്കായിട്ടല്ലേ കരിപ്പൂരിൽ നിന്ന് അടിച്ചുകൊണ്ട് പോകുന്നതെന്നും കേരളത്തിൽ ഒരു റിയാസിനെ മാത്രം നിലനിർത്താനാണോ പാർട്ടിയെന്നും പാർട്ടി എന്ന് പറയുന്നത് പാർട്ടി സഖാക്കളാണെന്നും അതിന് മുകളിലുള്ള മേൽക്കൂര മാത്രമാണ് പാർട്ടി നേതാക്കളെന്നും അൻവർ ചൂണ്ടിക്കാട്ടി. ഇപ്പോഴുള്ള നേതാക്കളൊക്കെ സൂപ്പർ നേതാക്കളാണ്, പക്ഷേ കാലിൽ വിലങ്ങിട്ടിട്ടുണ്ട് എന്നും PV അൻവർ പറഞ്ഞു. PV അൻവർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇപ്പോൾ പാർട്ടിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. അതുതന്നെയാണ് ഈ വാർത്താ സമ്മേളനം സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി PA മുഹമ്മദ് റിയാസിനും ഒക്കെ എതിരെ വളരെ വ്യക്തമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അൻവർ വിമർശിച്ചത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. CPMൻ്റെ മറ്റൊരു പ്രമുഖ നേതാവിൻ്റെയും പേര് ഇത്തരത്തിൽ PV അൻവർ പത്രസമ്മേളനത്തിൽ പരാമർശിച്ചതുമില്ല.